എനിക്ക് ഭയങ്കര ധൈര്യം തോന്നി. വിനു ഹസ്ബൻഡിനും സെയിം തിങ്. ഞങ്ങൾ ആരാധനകൾ കൂടി അച്ഛൻ്റെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നു. ആരാധന കൂടി പ്രാർത്ഥിച്ചു. എനിക്ക് സ്പോട്ടിംഗ് ഉണ്ടായി അന്ന് രാത്രി. അപ്പം ഡോക്ടർ പറഞ്ഞത് സ്പോട്ടിംഗ് തുടങ്ങുക പറയേണ്ടത് ബിഗ് റപ്ചറിനോ തുടക്കമായിരിക്കും, യു ഗോണ ഡൈ, അതോ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കുഞ്ഞുവാവയാണ് നമ്മുടെ ഞങ്ങൾക്ക്. അപ്പം അങ്ങനൊരു ധൈര്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഫർദർ വീണ്ടും അൾട്രാസൗണ്ട് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ ഓൾറെഡി 3D അൾട്രാസൗണ്ടിന് വേണ്ടി അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. ഇത് ചെറിയൊരു കാര്യമാണ്, ട്യൂബൽ പ്രഗ്നൻസി എന്നുള്ളത് ഒരു ബിഗ് ഡീലല്ല. പക്ഷേ ആ ഡോക്ടർക്ക്, കനേഡയിലെ ഡോക്ടർക്ക്, ഓസ്ട്രേലിയയിലുള്ള ഡോക്ടർക്ക് ഓൺലൈൻ റെഫറൽ ചെയ്യുകയും അങ്ങനെ 3D അൾട്രാസൗണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അവർ റെഫറൽ ചോദിക്കുകയൊക്കെ ചെയ്തു. ഇത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ കേസ് ഇത്ര മാത്രം ഇമ്പോർട്ടൻസ് എടുത്ത് പരിഗണിക്കാൻ ഞാൻ ആരുമല്ല. നമുക്ക് മെറിറ്റില്ല, ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് തരികയും മാതാവിൻ്റെ, ഞങ്ങൾക്കിപ്പോൾ ഈ മീറ്റ് ചെയ്യുന്നവരെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവേണ്ടുള്ള കുഞ്ഞുവാവിയാണെന്ന് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അൾട്രാസൗണ്ട് ചെയ്യുന്നവരോടും അവിടെയുള്ള നഴ്സുമാരോടും കോവർക്കേഴ്സിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു.